ഗൈസ് നിലവിലെ AFC ഏഷ്യൻ കപ്പിന്റെ ക്യാമ്പയിന് ശേഷം ഈ OCI പ്ലേയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചകളൊക്കെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വളരെ സജീവമായിട്ടൊക്കെ നടക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ OCI പ്ലേയേഴ്സ് മാത്രം വന്നാൽ ആ ഒരു ചേഞ്ച് ഉണ്ടാകുമോ എന്നുള്ളതാണ്. നമുക്ക് ആദ്യം OCI പ്ലേയേഴ്സിൻ്റെ ആ ഒരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. ഡാനി ബാത്തും യാൻ തന്തയും സിമ്രൻജീത്തും അല്ലെങ്കിൽ ബ്രാൻഡൻ കേലയും മൻപ്രീത് സാർക്കറിയാം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട്. ഹയർ ലെവലിൽ യൂറോപ്പിലൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള തന്നെ ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർ കളിക്കുന്നൊരു ലെവലും അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം പല രാജ്യങ്ങളും ഈ ഒരു AFC ഏഷ്യൻ കപ്പിൽ തന്നെ ആ ഒരു ഒറിജിൻ പ്ലേയേഴ്സ് എന്ന് പറയുന്ന ഒരു അഡീഷനാണ് ഉറപ്പായിട്ടും ഗുണം ചെയ്തത്. നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന സിറിയ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്തോനേഷ്യ ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും അങ്ങനെ പല രാജ്യങ്ങളും ഈ പറഞ്ഞതുപോലെ ആ ഒരു ഒറിജിൻ പ്ലേയേഴ്സ് ഉറപ്പായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാലോ, നമുക്ക് ചില പൊസിഷൻസിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഡാനി ബാത്തിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സെൻറ്റർ ബാക്കാണ്. നമുക്ക് അങ്ങനത്തെ ഒരു പ്ലെയർ ഉറപ്പായിട്ടും ആവശ്യമാണ്. അതുപോലെ സിമ്രൻജീത്ത് ഒരു വിങ് ബാക്ക് ആയിട്ടുള്ള താരമാണ്. അതുപോലെ ബ്രാൻഡൻ ഖേലയും യാൻ തന്തയൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയറാണ്. മൻപ്രീത് സാക്കറിയ ഒരു സ്ട്രൈക്കറായിട്ടുള്ള താരമാണ്. അതും ഓസ്ട്രേലിയൻ ലീഗിലൊക്കെ ഗോൾ അടിച്ച് കൂട്ടാൻ മികവുള്ള ഒരു താരമാണ്. അപ്പം ഇങ്ങനത്തെയൊക്കെ പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ചേഞ്ച് ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ OCI പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് പ്ലേയേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ഹൈ ലെവലിൽ കളിക്കുന്ന ഇങ്ങനത്തെ കുറച്ച് താരങ്ങളേ ഉള്ളൂ. ഇവരുടെ ഒരു അഡീഷനാണ് നമുക്ക് ക്രൂഷ്യലാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് മാത്രം പോരാ എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് ഈ പറഞ്ഞ നമ്മൾ OCI പ്ലേയേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറച്ച് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഹയർ ലെവലിൽ ഹയർ ഇൻറ്റൻസിറ്റി ലീഗ്സിലൊക്കെ കളിക്കുന്ന ചില താരങ്ങളുണ്ട്. ചിലപ്പം ഈ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റിയ താരങ്ങൾ ഉണ്ടായെന്ന് വരില്ല. അപ്പം എന്താണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ റിസൾട്ട് ഉണ്ടാക്കണമെങ്കിലും ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് തന്നെ ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ്. നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഏജ് കാറ്റഗറി ഇതിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് Under 11, Under 13, Under 15, Under 17 ഇങ്ങനത്തെ യൂത്ത് ലീഗുകളൊക്കെ വളരെ പ്രോപ്പർ ആക്കുക എന്നുള്ളത്. ഇത്തവണത്തെ എനിക്ക് നമ്മുടെ Under 17 ലീഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് 10 മാച്ചോ മറ്റോ ആണ് ഒരു സ്റ്റേജിൽ അവർ കളിക്കാൻ കഴിയുന്നത്. ആ 10 മാച്ച് കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുന്നത്? ഈ ഒരു പ്രായത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേയേഴ്സൊക്കെ പുറത്തൊക്കെ യൂറോപ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ 40 to 50 മാച്ചസ് ഒക്കെ കളിക്കുന്നിടത്താണ് ഇവിടെ 10 മാച്ച്. പിന്നെ എങ്ങനെ നമ്മുടെ പ്ലേയേഴ്സിന് ഈ ഒരു ബോളിൽ എത്രത്തോളം ടച്ച് ഉണ്ടാകുന്നത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ആകെ ഞാൻ പറഞ്ഞാൽ Under 17 ആണ് കളിക്കുന്നത് ഈ 10 മാച്ച്. അതിന് താഴെയുള്ള കാറ്റഗറിയിൽ എന്താണെന്നുള്ളൊരു അഡ്രസ്സ് പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ Under 17, Under 19, Under 23 ഇതേപോലത്തെ ജൂനിയർ സൈഡ്സിൻ്റെ നാഷണൽ ടീംസിന് കൃത്യമായിട്ടുള്ള മാച്ചസ് കൊടുക്കുക. Under 17 ആണ് കുറച്ചെങ്കിലും മാച്ചസ് ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊത്ത റിസൾട്ട് കിട്ടുന്ന എക്സ്പോഷർ വെച്ചിട്ടുള്ള റിസൾട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് AFC ഏഷ്യൻ കപ്പ് Under 17 കാറ്റഗറിയിലൊക്കെ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ Under 19 കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. Under 23 ആ ഒരു ടീം തന്നെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൂർണമെൻറ്റിന് മുന്നോടിയായിട്ട് ഒരാഴ്ച മുന്നേ നമ്മളൊരു ടീമിനെ പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞ് ഈ പ്ലേയേഴ്സ് എല്ലാം കൂടി ഫ്ലൈറ്റിൽ വെച്ചായിരിക്കും ചിലപ്പോൾ നേരിട്ട് കാണുന്നത്. അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ എന്ത് റിസൾട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്? Under 23 എന്ന് പറയുന്നത് ഒരു മേജർ ഒരു ഏജ് കാറ്റഗറിയാണ്. കാരണം നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സീനിയറാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ മാച്ചസ് കളിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്ന പ്ലെയർ ആണോ എന്ന് കോച്ചസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ആ ഒരു മാച്ചസ് റിസൾട്ട് അതിനേക്കാൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ആ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ. അതൊക്കെ ഇപ്പോഴും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. വലിയ രാജ്യമാണ്, ഇന്ത്യയിൽ ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്, എന്തുകൊണ്ട് ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രകടനമൊക്കെ മോശമാകുന്ന സമയത്ത് മാധ്യമങ്ങളിലും ചില സോഷ്യൽ മീഡിയ കമൻറ്റുകളും ഒക്കെ കാണുന്ന കാര്യമാണ്. ഈ പോപ്പുലേഷനും രാജ്യത്തിൻ്റെ വലിപ്പവും ഒന്നും ഉള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. സോ അതാണ് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു ഡെവലപ്മെൻറ്റ് നടത്തണമെങ്കിൽ നമ്മൾ ഇന്ത്യ മുഴുവൻ എങ്ങനെ ഇത് ചെയ്യും എന്നൊക്കെ ഉള്ളതാണ്. ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ഫുട്ബോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്റ്റേറ്റുകളുണ്ടല്ലോ. ഇപ്പം സൗത്ത് ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ കേരള, തമിഴ്നാട്, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഗോവ, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ഇപ്പം ഒഡീഷ ചേരുന്നു, അല്ലെങ്കിൽ പഞ്ചാബ്, കശ്മീർ, ഡൽഹി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ ഉൾപ്പെടെ ഒക്കെ പറയുകയാണെങ്കിൽ അവിടെ ആദ്യം നമ്മൾ കൃത്യമായിട്ടുള്ളൊരു യൂത്ത് ഡെവലപ്മെൻറ്റിൽ അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അവിടെ സക്സസ് കണ്ടെത്തുന്ന സമയത്ത് ഫുട്ബോൾ ഒരു പോപ്പുലർ ഗെയിം എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയിൽ
വരുന്നൊരു സമയത്ത് പറഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളും ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പോൾ നമുക്ക് ക്രിക്കറ്റിൻ്റെ കാര്യം എടുത്താൽ ഒരു 10-15-20 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അറിയാം. ഇപ്പോൾ ആ ഒരു ഗെയിം വളർന്നതോടുകൂടി കേരളവും വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പം കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിക്കറ്റിലെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവലിലേക്ക് തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ വിഷൻ 2047 എന്ന് പറഞ്ഞിട്ട് ആ കാര്യം തന്നെ ഇപ്പം അവർക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് എവിടെ നമ്മുടെ ജൂനിയർ കാറ്റഗറിയിൽ ലീഗുകൾ എവിടെ, അവർക്ക് മത്സരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞതുപോലെ സീനിയർ ടീമിനെ മുഴുവനായിട്ട് കുറ്റം പറയാൻ പറ്റുന്നതാണ്. നമ്മുടെ സിസ്റ്റം തന്നെ മൊത്തത്തിൽ പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി നമ്മൾ വരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ നാഷണൽ ടീം ഇതിൻ്റെ പെർസ്പെക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് വലിയ ബിഗ് കൺട്രീസിനോട് മുട്ടി നിൽക്കാൻ ഒരു കേപ്പബിലിറ്റി ഒക്കെ ടെക്നിക്കൽ വൈസും ഇൻറ്റൻസിറ്റി എല്ലാം കൊണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ കാണിക്കുന്ന ചില പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ എടുത്തു വെക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ് ഇപ്പം അൻവർ അലി, അതുപോലെ ജിക്സൺ സിംഗ്, അപ്പൂയ, സുരേഷ്, രാഹുൽ KP, ഇങ്ങനെ നീളുന്ന ചില പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ഇവർക്ക് ഒക്കെ അണ്ടർ-17 വേൾഡ് കപ്പ് ഒരു സ്ക്വാഡിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സാണ്. അപ്പം ഇവർക്ക് കിട്ടിയിട്ടുള്ള നമ്പർ ഓഫ് മാച്ചസ്, ഇവർ പുറത്ത് വിദേശത്തൊക്കെ പോയി കളിച്ചിട്ടുള്ള എക്സ്പോഷേഴ്സ് അത്രയും ഒരു നല്ല രീതിയിലാണ് ആ ഒരു ടീമിനെ കൊണ്ടു നടന്നത്. ഞാൻ ആ സമയത്തൊക്കെ വല്ലാണ്ട് ഈ ഒരു ടീമിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഒരു 2015 മുന്നേ തന്നെ ആ ഒരു രീതിയിൽ അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അത്യാവശ്യം ഒരു ക്വാളിറ്റിയുള്ള കുറച്ച് പ്ലേയേഴ്സ്, അതിൽ നിന്ന് ഇത്രയും പ്ലേയേഴ്സ് ഉയർന്നു എന്നുള്ളത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓരോ വർഷവും ഓരോ ബാച്ചും ഇതുപോലെ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ എത്രത്തോളം പ്ലേയേഴ്സിനെ നമുക്ക് അടുത്ത കാറ്റഗറിയിൽ നിന്ന്, അടുത്ത ഏജ് കാറ്റഗറിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരാമായിരുന്നു എന്നുള്ളത്. അപ്പം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് നമ്മൾ തന്നെ കാണിച്ചു തന്നു. ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ അണ്ടർ-17 വേൾഡ് കപ്പിൽ നമ്മൾ ഹോസ്റ്റ് എന്ന നിലയിലല്ലാതെ ആദ്യം വേൾഡ് കപ്പ് കളിക്കട്ടെ. അതുപോലെ അണ്ടർ-20, അണ്ടർ-23 ഒക്കെ കൃത്യമായിട്ട് വന്നിട്ട് നമുക്ക് അവിടുത്തെ AFC കളിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ യൂത്ത് ലീഗ്സുകൾ കൂടുതൽ നമ്പർ ഓഫ് മാച്ചസ്, 40+ മാച്ചസ് കിട്ടുന്ന ലെവലിലേക്ക് വരട്ടെ. അങ്ങനെ നമ്മുടെ ടാലൻസിൻ്റെ കാര്യത്തിൽ ഒരു റിച്ച്നെസ് എന്നുണ്ടാകും. അതിനോടൊപ്പം തന്നെ അപ്പം പറഞ്ഞ പോലെ ആ ഒരു ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റും, അതുപോലെ നമുക്ക് പോസിബിൾ പ്ലേയേഴ്സ് അവൈലബിൾ ആണെങ്കിൽ അതും കൂടി കൂട്ടി യോജിപ്പിച്ച് കഴിയുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന പോലെ ഏഷ്യയിലെ ഒരു ശക്തർ എന്ന നിലയിലേക്ക് വളരുവാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായി ഉണ്ടാകും. അത് കമ്പോസ് ചെയ്യാൻ പറ്റുക. ഞാനെന്ന് സൈനിങ്